പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 10ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ മോക്ക് ടെസ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. 20 ചോദ്യങ്ങളുണ്ട്. 20 ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ ശ്രമിക്കുക. 20 ചോദ്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമുകൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് തിരഞ്ഞെടുക്കുക. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് തിരഞ്ഞെടുക്കുക. ഉത്തരം എ പ്രസ്താവന തെറ്റാണ്. എ എന്താ പ്രസ്താവനയുള്ളത്? ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിളയായ നെല്ല് ഒരു റാബി വിളയാണ്. അത് തെറ്റാണ്. കാരണം നെല്ല് ഒരു ഖാരിഫ് വിളയാണ്. നെല്ല് ഒരു ഖാരിഫ് വിളയാണ്. ബാക്കിയുള്ള 3 പ്രസ്താവനകളും ശരിയാണ്. എ പ്രസ്താവന തെറ്റാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ റാബി വിള അല്ലാത്തത് തിരഞ്ഞെടുക്കുക. താഴെ കൊടുത്തവയിൽ റാബി വിള അല്ലാത്തത് തിരഞ്ഞെടുക്കുക. ഉത്തരം പഴവർഗ്ഗങ്ങൾ. പഴവർഗ്ഗങ്ങൾ ഒരു സെയ്ത് വിളയാണ്. പഴവർഗ്ഗങ്ങൾ ഒരു സെയ്ത് വിളയാണ്. ബാക്കിയുള്ള 3 റാബി വിളകളാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഭക്ഷ്യവിളകളിൽ 2ാം സ്ഥാനത്തുള്ള വിള ഏത്? ഇന്ത്യയിൽ ഭക്ഷ്യവിളകളിൽ 2ാം സ്ഥാനത്തുള്ള വിള ഏതാണ്? ഉത്തരം ഗോതമ്പ്. ഗോതമ്പാണ് ഇന്ത്യയിലെ ഭക്ഷ്യവിളകളിൽ 2ാം സ്ഥാനത്തുള്ളത്. 1ാം സ്ഥാനത്ത് നെല്ലാണ്. അടുത്ത ചോദ്യം, കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? ഉത്തരം മുംബൈ. അടുത്ത ചോദ്യം, യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന നാരുവിള ഏതാണ്? യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന നാരുവിള ഏതാണ്? ഉത്തരം പരുത്തി. അടുത്ത ചോദ്യം, ചണം ഉൽപാദനത്തിൽ ലോകത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ചണം ഉൽപാദനത്തിൽ ലോകത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഉത്തരം 2ാം സ്ഥാനം. അടുത്ത ചോദ്യം, കാപ്പി ഉൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? കാപ്പി ഉൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഉത്തരം 6ാം സ്ഥാനം. നമ്മൾ രാവിലെ 6 മണിക്ക് എഴുന്നേറ്റിട്ട് കാപ്പി കുടിക്കുന്നു. അങ്ങനെ ഓർത്താൽ കാപ്പിയുടെ ഉൽപാദന സ്ഥാനം അറിയാൻ പറ്റും. കാപ്പി ഉൽപാദനത്തിൽ ഇന്ത്യക്ക് 6ാം സ്ഥാനമാണുള്ളത്. അടുത്ത ചോദ്യം, കരിമ്പ് കൃഷിയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? കരിമ്പ് കൃഷിയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഇന്ത്യയുടെ സ്ഥാനം 2ാം സ്ഥാനമാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം കേരളം. അടുത്ത ചോദ്യം, ലോകത്ത് മൊത്തം ഇരുമ്പയിര് നിക്ഷേപത്തിൻ്റെ എത്ര ശതമാനമാണ് ഇന്ത്യയിലുള്ളത്? ലോകത്ത് മൊത്തം ഇരുമ്പയിര് നിക്ഷേപത്തിൻ്റെ എത്ര ശതമാനമാണ് ഇന്ത്യയിലുള്ളത്? ഉത്തരം 20%. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖലയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖലയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? ഉത്തരം ടിസ്കോ. ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖലയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാല. അടുത്ത ചോദ്യം, 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് ശാല ഏതാണ്? 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് ശാല ഏതാണ്? ഉത്തരം ഭിലായ് സ്റ്റീൽ പ്ലാന്റ്. ഭിലായ് സ്റ്റീൽ പ്ലാന്റ്. അടുത്ത ചോദ്യം, തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ കാണപ്പെടുന്ന കൽക്കരി ഏത്? നെയ്വേലിയാണ്. തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ കാണപ്പെടുന്ന കൽക്കരി ഏതാണ്? ഉത്തരം ലിഗ്നൈറ്റ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏതാണ്? ഉത്തരം ഛാറിയ. ഝാർഖണ്ഡിലെ ഛാറിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി ഏതാണ്? ഉത്തരം മുംബൈ ഹൈ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് പെട്രോളിയം ഖനനം ചെയ്തത് എവിടെയാണ്? ഉത്തരം അസമിലെ ഡിഗ്ബോയിലാണ് ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത്. അടുത്ത ചോദ്യം, കൈഗ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? കൈഗ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം കർണാടകം. ക ഫോർ കർണാടകം. ഓക്കെ. ജില്ലാ റോഡുകളുടെ പരിപാലന ചുമതല ആർക്കാണ്? 18ാമത്തെ ചോദ്യം, ജില്ലാ റോഡുകളുടെ പരിപാലന ചുമതല ആർക്കാണ്? ഉത്തരം ജില്ലാ പഞ്ചായത്തിനാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആകെ റോഡ് ദൈർഘ്യത്തിൻ്റെ 80% ഏത് തരം റോഡുകളാണ്? ഇന്ത്യയിലെ ആകെ റോഡ് ദൈർഘ്യത്തിൻ്റെ 80% ഏതു തരം റോഡുകളാണ്? ഉത്തരം ഗ്രാമീണ റോഡുകൾ. അടുത്ത ചോദ്യം, അവസാനത്തെ ചോദ്യം, സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേയുടെ ചുമതല ആർക്കാണ്? സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേയുടെ ചുമതല ആർക്കാണ്? ഉത്തരം നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ്. നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേയുടെ ചുമതല വഹിക്കുന്നത്.
20 ചോദ്യങ്ങളായിട്ടുണ്ട്. നിങ്ങളുടെ മാർക്ക് കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ 20 ചോദ്യങ്ങളും ഒരുപാട് തവണ PSCയിൽ ആവർത്തിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു ചാപ്റ്ററിൻ്റെ മോക്ക് ടെസ്റ്റ് ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.